ലഹരി ഒരു സാമൂഹിക വിപത്താണ്. ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത്. അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള യോജിച്ച ഒരു ക്യാമ്പയിൻ ഇനിയും തുടരും. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വേർതിരിവൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടതുണ്ട്. ലഹരി മാത്രമല്ല, ലഹരിക്കെതിരായിട്ട് മാത്രം ഉണ്ടായാൽ മതിയാവില്ല. അക്രമവാസനയ്ക്കും കുറ്റവാസനയ്ക്കും എതിരായിട്ടും ഒരു ബോധ നവീകരണ പ്രവർത്തനം നമുക്ക് കേരളത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നത് ലഹരിയുടെ ഭാഗമായും അല്ലാതെയും ക്രൈം വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും അത് കൂടുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. അപ്പോ കുറ്റവാസന, അക്രമവാസന, ലഹരി ഇതെല്ലാം നമ്മൾ പൊതുവായിട്ട് അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അതിന് ഏറ്റവും പ്രധാനം കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നതാണ്. നിർഭാഗ്യവശാൽ അതിന് സഹായകരമായ ഒരു നിലപാടല്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.